ഹായ് എല്ലാവർക്കും തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഉണ്ടാവുമെന്ന് PSC ഒരു ടെൻറ്റേറ്റീവ് എക്സാം ഷെഡ്യൂളിലൂടെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ എക്സാക്ട് ഡേറ്റ് അറിയില്ലെങ്കിൽ പോലും ഇപ്പോൾ ജനുവരി പകുതി ആയിട്ടുണ്ട്. നമുക്ക് വളരെ കുറച്ച് മാസങ്ങൾ, നിങ്ങൾ ഫെബ്രുവരി മാർച്ച് മാത്രം കൂട്ടിയാൽ മതി. അപ്പോൾ അത്രയും ദിവസത്തിനുള്ളിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന LSDS പോലെയുള്ള, പ്രധാനമായിട്ടും LSDS, അതിൽ കഴിഞ്ഞ പ്രാവശ്യം SI ലിസ്റ്റിലൊന്നും ഉൾപ്പെടാൻ കഴിയാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, നമ്മളെ ഫോളോ ചെയ്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കെല്ലാം ഇപ്പം രണ്ടാമത്തെ SI എന്ന് പറയുന്ന ഒരു സുവർണ അവസരം ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കുറേ പോസ്റ്റുകളിലേക്ക് PSC ഡിഗ്രി ലെവൽ പ്രിലിംസ് നടത്താൻ പോകുന്ന എക്സൈസ് ഇൻസ്പെക്ടർ ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഡിഗ്രി ലെവലിൻ്റെ എല്ലാ കണ്ടന്റും തീർത്തതാണ്. എങ്കിലും നമ്മുടെ സൈഡിൽ നിന്നും ഇനിയും ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മളൊരു ഷെഡ്യൂൾ പോലെ തയ്യാറാക്കി, ഒരു 70 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 10 വീക്സിൻ്റെയോ ടൈം ടേബിൾ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് തരുന്ന സമയത്ത് ഇപ്പോൾ ചാനൽ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ടെലഗ്രാം ഫോളോ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, മിക്സ് ആയി കിടക്കുകയാണ് അല്ലേ, ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുന്നവർക്കായിട്ട് ഞാൻ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം, ഓക്കെ, ഡിഗ്രി ലെവൽ 2024 ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ നിന്നും നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക, ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു നമുക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാം. ആ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ പഠിച്ചു പോവുക. താല്പര്യമുള്ളവർ മാത്രം മതി കേട്ടോ. ആ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഒരു 70 ദിവസത്തെ ടൈം ടേബിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 70 ഡേയ്സ് കൊണ്ട് നിങ്ങൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ആ തന്നിട്ടുള്ളതിൻ്റെ ലിങ്ക് ഞാൻ അന്നത്തെ ദിവസം ഇട്ട് തരും. അപ്പോൾ വീക്ക്ലി ആയിരിക്കും കേട്ടോ, വീക്ക്ലി ആയിരിക്കും ടൈം ടേബിൾ തന്നത്. അതായത് വീക്കിലെ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഇട്ട് തരും. ഇട്ട് തരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യം എന്ന് പറയുന്നത് UPSCയുടെ നിന്നും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, PSC ഈ ചോദ്യങ്ങളിൽ, അതായത് ഈ പാർട്ടിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡെയിലി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു പോകും. അപ്പോൾ കൂടുതൽ ഒരു 90% എഫേർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നും, 10% എൻ്റെ സൈഡിൽ നിന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏപ്രിൽ മാസമാകുമ്പോഴേക്കും തീരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നവരെ മാത്രം ജോയിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കറിയാം മെയിൻസ് എക്സാം ഉണ്ട്. മെയിൻസ് എക്സാമിൽ ആരൊക്കെ ക്രാക്ക് ചെയ്യും, ചിലരൊക്കെ ഇപ്പോഴേ ഉറപ്പിച്ചു ഞാൻ മെയിൻസിന് ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ അതിന് LSDSനൊക്കെ പ്രത്യേകമായിട്ട് 100 മാർക്കിന് ഒരു എക്സാം, 100 മാർക്കിന് മറ്റൊരു എക്സാം. ഒരു 100 മാർക്കിൻ്റെ എക്സാമിൻ്റെ സിലബസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ, എല്ലാം കോമൺ ടോപ്പിക്സ് ആണ്. എന്നാൽ ഒരു 100 മാർക്കിൻ്റെ പേപ്പർ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ആ പേപ്പർ നമ്മൾ ഏകദേശം ഈ ഒരു പ്രിലിംസിൻ്റെ ടൈം ടേബിളൊക്കെ തീരുന്ന ആ ഒരു സമയത്തോട് കൂടിയിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ 100 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടുന്ന 100 മാർക്കുണ്ടല്ലോ, ഇന്ത്യൻ പോളിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനെല്ലാം കൂടെ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഡിഗ്രിക്കാർ മാത്രം.